ഏവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും അതായത് ഹൈസ്കൂൾ ക്ലാസ്സിൻ്റെ പ്രാഥമികമായ ഗണിതശാസ്ത്ര വിവരങ്ങൾ, മാത്തമാറ്റിക്കൽ ഐഡിയാസ് നിങ്ങളുമായി പങ്കുവെക്കുന്ന പരിപാടിയായ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പ്രാഥമികമായ ഗണിതശാസ്ത്ര പാഠങ്ങൾ അവർക്ക് ശരിയായ രീതിയിൽ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അത്തരം അറിവില്ലായ്മ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്യമം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നാം പഠിച്ചു നിർത്തിയത് നമ്പർ സിസ്റ്റമായിരുന്നു. നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഒരു നമ്പർ ലൈനിൽ നമുക്ക് എങ്ങനെയാണ് നമ്പറുകളെ പ്ലോട്ട് ചെയ്യുന്നതെന്നാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. 0 ഉണ്ട്, റൈറ്റ് സൈഡിൽ പോസിറ്റീവുകളുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവുകളുണ്ട്. റൈറ്റ് സൈഡിലേക്ക് സംഖ്യകൾ കൂടിക്കൂടി വരികയായിരുന്നു. അതുകൊണ്ട് റൈറ്റ് സൈഡിലെ സംഖ്യകളെ പോസിറ്റീവ് ഹോൾ നമ്പർ എന്ന സെൻസിലാണ് നമ്മൾ പഠിച്ചത്. പോസിറ്റീവ് പൂർണ്ണസംഖ്യകളാണ് പഠിച്ചത്. ഇടത്തോട്ട് പോകുന്തോറും സംഖ്യകൾ കുറഞ്ഞു വരുന്നു. അവയുടെ പേര് നെഗറ്റീവ് സംഖ്യകളെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗത്ത് നമുക്ക് ഇങ്ങനെ വിലയിരുത്താം. വലത്തേക്ക് പോകുന്തോറും സംഖ്യകൾ കൂടിക്കൂടി വരികയും ഇടത്തേക്ക് പോകുന്തോറും സംഖ്യകൾ കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഇങ്ങനെ വലത്തോട്ട് പോകുന്തോറും സംഖ്യകൾ കൂടിക്കൂടി വരുന്ന രീതി, അതായത് ഹോൾ നമ്പർ സിസ്റ്റം, പൂർണ്ണസംഖ്യകൾ പോസിറ്റീവാണ്. ഇടത്തേക്ക് പോകുന്തോറും സംഖ്യകൾ കുറഞ്ഞു വരുന്ന സിസ്റ്റം, അതാണ് നെഗറ്റീവ് സംഖ്യകൾ. പോസിറ്റീവും നെഗറ്റീവും 0യുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പോസിറ്റീവ് പൂർണ്ണസംഖ്യകളും നെഗറ്റീവ് പൂർണ്ണസംഖ്യകളുമല്ലാതെ മറ്റൊരു തരക്കാർ കൂടി ഈ നമ്പർ സിസ്റ്റത്തിലുണ്ട്. അവരെ നമുക്കൊന്ന് കണ്ടെത്താം. ആരാണ്? ശ്രദ്ധിക്കുക. നമ്പർ ലൈനിൽ ഞാനൊരു 0 മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ വലതുവശത്ത് 1 യൂണിറ്റ് അകലത്തിൽ ഒരു നമ്പർ മാർക്ക് ചെയ്തു. ഈ 1 യൂണിറ്റ് ഞാൻ +1 എന്ന് വിളിച്ചു. വീണ്ടും 1 യൂണിറ്റ് അകലത്തിൽ ഒരു 1 മാർക്ക് ചെയ്യുമ്പം ആ 1 പോസിറ്റീവ് 2 ആയിട്ട് മാറും. ഇടതുഭാഗത്ത് -1, -2 ഇങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും വലത്തേക്ക് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും യാത്രയാണ്. 0യ്ക്കും 1നും ഇടയിൽ ധാരാളം ചെറിയ യൂണിറ്റുകളുണ്ട്. അതായത് ഈ 0 തൊട്ട് 1 വരെയുള്ളതിനെ 10 ഈക്വൽ പാർട്ട് ആക്കിയാൽ 10 ഈക്വൽ പാർട്ട് നമ്മൾ സ്കെയിലൊക്കെ നോക്കിയാൽ മതി. 1 2 3 4 5 1 2 3 4 5 ഇങ്ങനെ പോസിറ്റീവ് പൂർണ്ണസംഖ്യയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 0 മുതൽ 1 വരെയുള്ള ഒരു യൂണിറ്റിനെ, ഒരു ഏകകത്തെ നമുക്ക് 10 തുല്യ കഷണമാക്കാം. വാക്ക് ശ്രദ്ധിക്കുക, ഈക്വൽ പാർട്സ്, തുല്യ ഭാഗങ്ങളാക്കുക. 0 മുതൽ 1 വരെയുള്ളതിനെ 10 തുല്യ ഭാഗമാക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 10. ഒരു യൂണിറ്റിനെ ഞാൻ 10 ചെറിയ യൂണിറ്റുകളാക്കി മാറ്റി. ഒന്നിനേക്കാൾ ചെറിയ യൂണിറ്റുകളാണ് 10. ഒന്നാണല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ യൂണിറ്റ്. ആ ഒന്നിനെ വീണ്ടും നമ്മൾ സബ് യൂണിറ്റ് ആയിട്ട് കട്ട് ചെയ്തു. എത്ര ആയിട്ട്? 10 ആയിട്ട്. അങ്ങനെ പറയുമ്പോൾ ഈ ഒന്നാമത്തെ കഷണത്തിന്റെ പേരാണ്, ഒന്നാമത്തെ കഷണത്തിൽ ഇത്രേ കാണത്തുള്ളൂ, ഇവിടെ മുതൽ ഇവിടെ വരെ ഈ നീളം. ഒന്നാമത്തെ പീസിന്റെ പേരാണ് 1/10 ഓഫ് 1 യൂണിറ്റ്. ഒരു യൂണിറ്റിന്റെ 10-1. ഓക്കെ, 1/10. 0 മുതൽ 1 വരെയുള്ള ഒരു യൂണിറ്റിനെ 10 ചെറിയ ഈക്വൽ യൂണിറ്റ് ആയിട്ട് കട്ട് ചെയ്തു. 10 ഈക്വലായ ചെറിയ യൂണിറ്റ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ 10 ഭാഗത്തിൽ ഒരു ഭാഗമാണ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്നത്, ഒരു പീസ്. അതിൻ്റെ പേരാണ് 1/10 ഓഫ് എ യൂണിറ്റ്. 1/10 ഓഫ് എ യൂണിറ്റ്, ഒരു യൂണിറ്റിന്റെ 10-1 ഭാഗം. ഒരു യൂണിറ്റിനെ 10 ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം. അതിൻ്റെ പേരാണ്
ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ നമ്മൾ പുതിയ ഒരു തരം സംഖ്യകൾ പഠിക്കുകയാണ്. ആ സംഖ്യയാണ് ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ. 0 മുതൽ 1 വരെയുള്ള ഒരു യൂണിറ്റിനെ 10 ഈക്വൽ കഷണങ്ങളാക്കിയിട്ട് അതിൽ ഒരു കഷ്ണത്തെ നമ്മൾ വിളിച്ചു 1/10 ഓഫ് എ യൂണിറ്റ്. അപ്പോൾ വേറൊരാൾ പറയുക, ഞാൻ അടുത്തതോടെ ഇനി എടുത്താലോ സാറേ? അപ്പോൾ എത്ര പീസ് നമ്മൾ എടുത്തു? 2 പീസ് എടുത്ത് ഇത്രയും. അപ്പോൾ ഇതിൻ്റെ പേരാണ് 2/10 ഓഫ് എ യൂണിറ്റ്. അടുത്തതിൻ്റെ പേര് ഇപ്പം എന്താ? 3/10 ഓഫ് എ യൂണിറ്റ്. അടുത്തതിൻ്റെ പേര് 4/10. ഈ വരയുടെ പേര് 5/10 എന്നാണ്. 10-5. ഓക്കെ, 10-5 നമുക്കറിയാം, നമ്മളിങ്ങനെ വെട്ടിക്കളഞ്ഞൊക്കെ പഠിച്ചിട്ടുണ്ട് ചില ക്ലാസ്സിൽ. 1/2. നോക്കിക്കേ, അതായത് ഈ 0 തൊട്ട് 1 വരെയുള്ള നീളത്തിൻ്റെ നേർപകുതിയല്ലേ കുട്ടികളെ 5/10 എന്ന് പറഞ്ഞാൽ? 10ന്റെ പകുതിയല്ലേ 5? എങ്കിൽ 2ന്റെ പകുതിയല്ലേ 1? അപ്പോൾ 2ആയിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗമാണ് ഇത്രയും. അതായത് ഇങ്ങനെ ഞാൻ കൈവച്ചാൽ ഒരു യൂണിറ്റിന് 2ആയിട്ട് ഭാഗിച്ചേക്കും. ഇത് ആ 2ആയിട്ട് ഭാഗിച്ചതിൽ ഒരു പീസിന്റെ പേരാ നേർപകുതി. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ ലൈനിനെ നമുക്ക് 1/2 എന്നും വിളിക്കാം, 5/10 എന്നും വിളിക്കാം. 1/2 എന്നും വിളിക്കാം, 5/10 എന്നും വിളിക്കാം. രണ്ടും ഒരാൾ തന്നെ അല്ലേ? അപ്പോൾ 1/2 ഈക്വൽ ആണ് ആര്? 5/10. ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. ഫ്രാക്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ചുകൂടെ ഈക്വൽ ഫ്രാക്ഷൻ പഠിക്കുമ്പോൾ ഇത് പ്രയോജനപ്പെടും. 0 മുതൽ 1 വരെയുള്ള ഒരു യൂണിറ്റിനെ നമ്മൾ 10 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തതിൽ നിന്ന് ഒരു പാർട്ട് നമ്മൾ എടുത്താൽ അതിൻ്റെ പേരാണ് 1/10 ഓഫ് എ യൂണിറ്റ്. ഒരു യൂണിറ്റിന്റെ 10ൽ1 ഭാഗം. 2 കഷ്ണങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് 2/10 ഓഫ് എ യൂണിറ്റ്. 3 കഷ്ണം എടുത്താൽ 3/10 ഓഫ് എ യൂണിറ്റ് എന്ന് വരും. ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് നമ്മൾ പോയാൽ നമ്മൾ 5 പീസ് 5 പാർട്ടുകൾ എടുത്താൽ, നമ്മൾ 5 പാർട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ പേര് 5/10 ഓഫ് എ യൂണിറ്റ് എന്നാണ്. 5/10ന്റെ അർത്ഥം എന്താ? ഇതിനെ ഒരു പീസിനെ 2 കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണം 5 എന്ന് പറഞ്ഞാൽ നേർപകുതിയാണ് 10ന്റെ. അതുകൊണ്ട് 5/10 നമുക്ക് എന്ത് പറയാം? 2ആയിട്ട് മുറിക്കുകയാണെങ്കിൽ ഒരു പീസാണെന്ന് പറയാം. അതാണ് 1/2. അങ്ങനെയാണ് 1/2 ആർക്ക് ഈക്വൽ ആയത്? 5/10ന് ഈക്വൽ ആയത്. അടുത്ത പീസിന്റെ പേര് 6/10 എന്നാണ്. അടുത്ത പീസിന്റെ പേര് 7/10 എന്നാണ്. അടുത്ത പീസിന്റെ പേര് 8/10 എന്നാണ്. അതിനടുത്ത പീസിന്റെ പേര് 9/10 എന്നാണ്. അതിനടുത്ത പീസിന്റെ പേരാണ് 10/10. ലാസ്റ്റ് പീസിന്റെ പേരാണ് 10ആയിട്ട് ഭാഗിച്ചതിൽ 10 എന്നുള്ള കൺസെപ്റ്റ്. 10ൽ 10 അതാണ് 1. 10ആയിട്ട് ഭാഗിച്ച് 10 എടുത്തു. അപ്പൊ എത്ര കിട്ടി? 10ൽ 10 എന്ന് കിട്ടി. അതാണ് 1. അപ്പൊ ഇവിടെ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഭിന്നസംഖ്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി, നമ്പർ ലൈനിൽ പൂർണ്ണസംഖ്യകൾ 1 2 3 4 5 ആണ്. 1 2 3 4 5 ഒക്കെയാണ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. -1, -2, -3 ആണ് മറ്റൊരു തരം ഹോൾ നമ്പർ. 2 തരത്തിലുള്ള ഹോൾ നമ്പർ ഉണ്ട്. പോസിറ്റീവ് ഹോൾ നമ്പേഴ്സും നെഗറ്റീവ് ഹോൾ നമ്പേഴ്സും. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഹോൾ നമ്പേഴ്സിനെ കുറിച്ചല്ല, മറിച്ച് 0 മുതൽ 1 വരെയുള്ള ഒരു ഹോൾ നമ്പറിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ 10 പീസിൽ ഒരു പീസ്, അതാണ് ഈ 1/10 എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഫ്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അടുത്തതായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ ഇടത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. 0 മുതൽ +1 വരെയുള്ള ഒരു നിശ്ചിത നീളത്തെ, നമ്മൾ തിരഞ്ഞെടുത്ത ഒരു നീളത്തെ നമ്മൾ 10 ഈക്വൽ പാർട്ടായിട്ട് മാറ്റിയിട്ട് അതിൽ ഓരോ പാർട്ടിനെയും നമ്മൾ പറയുന്ന പേരാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഒന്നാമത്തെ പീസിന്റെ പേരാണ് 1/10 ഓഫ് എ യൂണിറ്റ്. ഓക്കെ, രണ്ടാമത്തെ പീസിന്റെ പേരാണ് 2/10 ഓഫ് എ യൂണിറ്റ്. മൂന്നാമത്തെ പീസിന്റെ പേരാണ് 3/10 ഓഫ് ദാറ്റ് യൂണിറ്റ്. നാലാമത്തെ പീസിന്റെ പേരാണ് 4/10 ഓഫ് ദാറ്റ് യൂണിറ്റ്. അഞ്ചാമത്തെ പീസിന്റെ പേരാണ് 5/10 ഓഫ് ദാറ്റ് യൂണിറ്റ്. ഈ 5/10 എന്ന് പറഞ്ഞാൽ
രണ്ട് പീസുകളായിട്ട് മൊത്തത്തിനെ രണ്ട് പീസായിട്ട് കണ്ടാൽ 1/2 ആയിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു പീസ്, ഇത് മറ്റൊരു പീസ്. അപ്പോൾ എത്ര പീസുണ്ട്? 2 പീസുണ്ട്. അതിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം എടുക്കുന്നു. അപ്പോൾ 1/2. അപ്പോൾ 5/10 മറ്റൊരു പേരാണെന്ത്? 1/2 എന്ന് വിളിക്കാം. അടുത്ത പീസ് 6/10 ആണ്, 7/10 ആണ്, 8/10 ആണ്, 9/10 ആണ്. ഇതിൻ്റെ പേര് 10/10 എന്നാണ്. പക്ഷെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഒന്നെന്ന് വിളിക്കും. 10/10 നമ്മൾ ഒന്നെന്നാണ് വിളിക്കുന്നത്. ഈ 10/10 ആണെന്ത്? ഹോൾ നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 1/10 എന്ന് പറയുന്ന സാധനം എടുക്കുക. അപ്പോൾ നമ്മൾ നോക്കിയേ, ഞാൻ 0 മാർക്ക് ചെയ്തു, ഒരു കൊച്ചു പീസ് എടുത്തിട്ട് ഇതിനെ 1/10 എന്ന് വിളിച്ചു. എന്നിട്ട് ഈ 0 തൊട്ട് 1/10 വരെയുള്ള കുഞ്ഞു നീളത്തെ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിപ്പം വന്നു, ഇത്രയും വലിപ്പം വന്നു. ഇത് 0 ആണ്, ഇത് 1/10 ആണ്. വലിപ്പം കൂടും, സൂം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വലിപ്പം കൂടുതലോ കുട്ടികളെ, വലിപ്പം കൂടി. ഈ 0 തൊട്ട് 1/10 വരെ ഉള്ളതിനെ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 10 ആയിട്ട് കട്ട് ചെയ്യും. ഇതിനെ 10 ആയിട്ട് കട്ട് ചെയ്യും. ഒന്നാമത്തെ പീസിനെ 10 ആയിട്ട് കട്ട് ചെയ്യും, രണ്ടാമത്തെ പീസിനെ 10 ആയിട്ട് കട്ട് ചെയ്യും. ഇങ്ങനെ ഓരോ പീസിനെയും ഒന്നാമത്തെ പീസ്, രണ്ടാമത്തെ പീസ്, മൂന്നാമത്തെ പീസ്, നാലാമത്തെ പീസ്, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തെ, ഒമ്പതാമത്തെ, 10ാമത്തെ, ഈ 10 പീസുകളെയും നമ്മൾ 10 ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആകെ എത്ര പീസ് കിട്ടും? 100 പീസ് കിട്ടും. ഓക്കെ, ഈ 100 പീസ് എന്ന് പറയുമ്പോൾ ഇത്രയും സാധനമാണ് 100 ആയിട്ട് മുറിയപ്പെട്ടത്. 0 തൊട്ട് 1 വരെയുള്ള ആ ഒരു യൂണിറ്റ് നമ്മൾ ഇപ്പോൾ എത്ര ആയിട്ട് മുറിക്കുക? 100 ആയിട്ട് മുറിക്കുക, വീണ്ടും ചെറുതാക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു വരയുടെ പേരാണ് 100ൽ 1, 1/100. അടുത്ത പീസിൻ്റെ പേരാണ് 2/100. അടുത്ത പീസിൻ്റെ പേരാണ് 3/100. ഇങ്ങനെ പോയി 4/100, 5/100 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്ര ആയിട്ട് മാറും? ഈ 1/10 എന്ന് പറയുന്ന സാധനം 10/100 ആയിട്ട് മാറും. അതായത് 0 തൊട്ട് 1 വരെയുള്ള ഒരു കുഞ്ഞു ലൈനിനെ നമ്മൾ വലുതാക്കി കട്ട് ചെയ്തു. വലുതാക്കി മീൻസ് സൂം ആക്കി നോക്കിയിട്ട് അതിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റുക. അതായത് 0 മുതൽ 1 വരെയുള്ള ഒരു യൂണിറ്റിനെ നമ്മൾ ആദ്യം 10 ആയിട്ട് ഭാഗിച്ചു. 10 ആയിട്ട് ഭാഗിച്ചപ്പോൾ ഇത് വളരെ സിമ്പിളായിരുന്നു. 1/10, 2/10 ഒക്കെ നമുക്ക് മനസ്സിലായി. പിന്നെന്താ ചെയ്തത്? ആ 10 ആയിട്ട് ഭാഗിച്ചതിൽ ഓരോന്നിനെയും വീണ്ടും 10 ആയിട്ട് ഭാഗിച്ചു. പിന്നെ വിഭജിക്കുക, ചെറുതാകുക. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഐഡിയ കിട്ടി? 1/10 എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഈ കാണുന്നത്. ഇത് 2/10 ആണ്, 3/10 ആണ്, ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി 0 തൊട്ട് 1/10 വരെയുള്ള ഈ കുഞ്ഞു ലൈനിനെ നമ്മൾ വലുതാക്കി, നമ്മുടെ മനസ്സുകൊണ്ട് വലുതാക്കിയിട്ട് അതിനെ വീണ്ടും നമ്മൾ 10 ആയിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ 1/10, 0 തൊട്ട് 1/10 വരെ 10 ആയിട്ട് കട്ട് ചെയ്യും. 1/10 തൊട്ട് 2/10 വരെ 10 ആയിട്ട് കട്ട് ചെയ്യും. ഇനി നമ്മൾ 10 ആയിട്ട് കട്ട് ചെയ്തിരിക്കും. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 1 വരെ 10 എണ്ണം ഉണ്ട്. 0 തൊട്ട് 1 വരെ 10 എണ്ണം ഉണ്ട്. ആ 10 എണ്ണത്തിനെയും 10 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ 100 ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ എന്താ മനസ്സിലായത്? 0 തൊട്ട് 1 വരെയുള്ളതിനെ 10 പീസാക്കിയാൽ ഒന്നാമത്തെ പീസിന് പേര് 1/10. 0 തൊട്ട് 1 വരെയുള്ളതിനെ 100 പീസാക്കിയാൽ ഒരു പീസിന്റെ പേര് എത്ര? 100ൽ 1 അല്ലെങ്കിൽ 1/100 എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വ്യക്തമാക്കാം, ശ്രദ്ധിക്കുക. 0 തൊട്ട് 1 വരെയുള്ള 0 തൊട്ട് 1 വരെയുള്ള ആ യൂണിറ്റിനെ ഞാൻ വലുതാക്കി. അതിനെ നിങ്ങൾ 10 ആയിട്ട് കട്ട് ചെയ്ത് 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. 0 തൊട്ട് 1 വരെയുള്ള 0 മുതൽ 1 വരെയുള്ള 10 പീസിനെ നമ്മൾ എന്ത് ചെയ്തു? ഇത് 1/10 ആണെന്ന് മനസ്സിലാക്കി. ഇത് 2/10 ആണ്, ഇത് 3/10 ആണ്, ഇത് 4/10 ആണ്, ഇത് 5/10 ആണ്, ഇത് 6/10 ആണ്, ഇത് 7/10 ആണ്, ഇത് 8/10 ആണ്, ഇത് 9/10 ആണ്, ഇത് 10/10 ആണ്. ഇതിനെ നമ്മൾ 1 എന്ന് വിളിച്ചു, ഇതിനെ നമ്മൾ 1/2 എന്ന് വിളിച്ചു. ഇത്ര നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ഇനി വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകും, ഇപ്പം ഇതിനെ ആവർത്തിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 0 തൊട്ട് 1/10 വരെയുള്ള ഈ ലൈനിനെ നമ്മൾ വീണ്ടും 10 ആയിട്ട് ഭാഗിക്കാൻ പോകും. അപ്പോൾ ഇത് 10 ആകും. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10.
അടുത്തതിന് അപ്പോൾ ഇത് 10 യൂണിറ്റ് ഉണ്ട്, ഇത് 10 ഉണ്ട്, ഇത് 10 ഉണ്ട്, ഇത് 10 ഉണ്ട്. ഓരോന്നും അങ്ങ് 10 ആക്കുക. ചിന്തിച്ച് ഇങ്ങനെ സാറ് ഇവിടെ കട്ട് ചെയ്ത പോലെ ഓരോന്നിനെയും 10 ആക്കുക. അപ്പോൾ ഇത് 10 ഉണ്ടല്ലോ. 20, 30, 40, 50, 60, 70, 80, 90, 100 ഉണ്ട്. അപ്പോൾ 1 എന്ന് പറയുന്ന ആളിനെ നമുക്ക് 100 കട്ട് ചെയ്യാം. ഒരു യൂണിറ്റ് നമുക്ക് 100 സബ് യൂണിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അതായത് ഇതുണ്ട് ഈ പീസിന്റെ പേര് കണ്ടോ? ആ പീസിന്റെ പേര് എന്താ കുട്ടികളെ? 100 മൊത്തം 100 0 തൊട്ട് 1 വരെ ഉള്ളത് നമ്മൾ 100 ഭാഗിച്ചതിൽ ഒരു ഭാഗം അപ്പോൾ 1/100 എന്ന് കിട്ടും. രണ്ടാമത്തെ പീസിന്റെ പേര് എന്താ കുട്ടികളെ? 2/100. മൂന്നാമത്തെ പീസിന്റെ പേര് എന്താ? 3/100. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ 1/10 എന്ന് വിളിച്ച ആളിനെ ഇപ്പൊ എന്ത് വിളിക്കും? 10/100 എന്ന് വിളിക്കണം. കാരണം എന്താ? 10 ഭാഗിച്ചേക്കുക ഒരെണ്ണത്തിന്. അപ്പൊ ഇവിടെ വരെ 10 ഭാഗമുണ്ട്. 10 ഭാഗിച്ചേക്കുക എത്ര എണ്ണത്തിൽ? 100 എണ്ണത്തിൽ. അപ്പൊ ഇവിടെ വരെ 10 പീസ് ഉണ്ട്, മൊത്തം 100 പീസാണ്. അപ്പോൾ 10/100 എന്ന് വരും. മലയാളത്തിൽ 100ൽ 10 എന്ന് വരും. അപ്പോൾ ഇതെന്ത് കിട്ടി? ഇത് 10/100 കിട്ടി. അടുത്ത എത്ര? 11/100, 12/100, 13/100. എന്നിട്ട് ഇത് 19/100. ഇതോ നോക്ക്, നിങ്ങൾ ഈ കാണുന്ന സാധനമോ ഇത് 20/100 ആണ്. ആ 20/100 തന്നെ എത്ര? 2/10. ഇങ്ങനെ പോയി രണ്ട് ഈ തൊട്ട് മുമ്പിലത്തെ വര ഇത് 99/100. തൊട്ടടുത്തതോ 100/100. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ 1/10 എന്ന് പറയുന്ന വര. ഓക്കെ, ഇതാണ് നിങ്ങളുടെ 1/100 എന്ന് പറയുന്ന വര. ഇത്രയും നിങ്ങൾ നോക്കുക. 1/10 നീളമാണോ വലുത്? 1/100 നീളമാണോ വലുത്? 1/10 നീളമാണ് വലുത് 1/100. നിങ്ങൾ ശ്രദ്ധിക്കുക, 1/10 എന്ന് പറയുന്നത് പരിശോധിക്കുക. 1/10 ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളമാണ് 1/10. 1/10 ഞാൻ എടുത്തു. ഇവിടെ മുതൽ ഇവിടെ വരെ 0 തൊട്ട് ഈ നീളമാണ് 1/10. ഇനി അടുത്തത് 1/100 എടുക്കുക. 0 മാർക്ക് ചെയ്തു. ഒന്നാമത്തെ കുത്ത് തന്നെ 1/100 ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കി, ഈ നീളമാണോ വലുത്? ഈ നീളമാണോ വലുത്? ആദ്യത്തെ നീളമാണോ വലുത്? അല്ലേ? അപ്പോൾ 1/10 എന്നും 1/100 എന്നും ഒരാൾ എഴുതി വെച്ചു. വലിയ പീസ് ഏതാ? 1/10. അതുകൊണ്ട് ഈ 1/10 അല്ലെങ്കിൽ 10 വലിയ ഭിന്നസംഖ്യ. ഇവിടെ നോക്കി, ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. നമ്മൾ മനസ്സിലാക്കിയത് എന്താ? 1/10 ആണ് വലിയ നീളം, 1/100 കുഞ്ഞു നീളമാണ്. നോക്കി ഈ പടം നോക്കി, 1/10 ആണ് വലിയ നീളം, 1/100 കുഞ്ഞു നീളമാണ്. ഇങ്ങനെ വലിയ നീളവും ചെറിയ നീളവും അറിയാൻ നമുക്ക് എപ്പോഴും വരച്ചു നോക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഫ്രാക്ഷന്റെ വലിപ്പ ചെറുപ്പം മനസ്സിലാക്കിയിട്ട് വേണം ഫ്രാക്ഷന്റെ ക്രിയകൾ പഠിക്കാൻ. ഭിന്നസംഖ്യയുടെ വലുതും ചെറുതുമായ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം ഭിന്നസംഖ്യയെ കൂട്ടുവാനും കുറയ്ക്കുവാനും ഒക്കെ പഠിക്കാൻ. അപ്പൊ നമ്മളിപ്പോൾ കണ്ടെത്തിയ സംഭവം എന്താ? ഭിന്നസംഖ്യകൾ നമ്മൾ പഠിച്ചത്. എങ്ങനെ മനസ്സിലായത്? നമ്പർ ലൈനിൽ ഹോൾ നമ്പറുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സംഖ്യകളുണ്ട്. അത് ഒരു യൂണിറ്റ് വലിപ്പമില്ല, ആ ഒരു യൂണിറ്റിനേക്കാൾ ചെറിയ വലിപ്പങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ പുതിയ ചെറിയ ചെറിയ ഫ്രാക്ഷനാക്കി മാറ്റുന്നത്. നമുക്ക് 1/10 1/100 എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ 1/10 ആണെങ്കിൽ ഈ 1/10 ചെറുതായിരിക്കും എന്ത്? 1/100. അപ്പോൾ നമ്മുടെ ഇടയിൽ ചോദിക്കുക, 1/10 ആണോ വലുത് 1/100 ആണോ വലുത്? ഒരു കേക്കിനെ 10 ഭാഗിച്ചതിൽ ഒരു പീസ് കഴിക്കുമ്പോഴാണോ കൂടുതൽ കിട്ടുന്നത്? ഒരു കേക്കിനെ 100 ഭാഗിച്ചതിൽ ഒരു പീസാണോ കൂടുതൽ? ശ്രദ്ധിച്ച് നോക്കുക. ഒരേ കേക്കാണ്, നമ്മൾ കട്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 10 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു ഒരു കേക്കിനെ.
ആ കേക്കിനെ 10 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്താൽ അതിൽ കിട്ടുന്ന പീസിനാണോ വലിപ്പം കൂടുതൽ, അതോ 100 ഭാഗിച്ചതിൽ ഒരു പീസിനാണോ വലിപ്പം കൂടുതൽ? ഉറപ്പായിട്ടും 10 ഭാഗിച്ചതിൽ ഒരു പീസായിരിക്കും. ഫ്രാക്ഷന്റെ ഒരു തത്വം മനസ്സിലായി. 1/10 1/100 വിട്ടു. ന്യൂമറേറ്റർ സെയിം അല്ലേ? എങ്കിൽ താഴെ കുറഞ്ഞു നിൽക്കുന്നതാണ് വലിയ ആൾ. ഇത്രേ ഉള്ളൂ കാര്യം. താഴെ കുറഞ്ഞത്, ഡിനോമിനേറ്ററിൽ കുറവ് വന്നാൽ അയാളായിരിക്കും എന്ത്? വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 1/10 ആണോ വലുത്, 2/10 ആണോ വലുത്? അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം. കാരണം എന്താ? ഒരു സാധനത്തെ 10 ഭാഗിച്ചതിൽ ഒരു പീസിനേക്കാൾ കൂടുതലായിരിക്കും 10 ഭാഗിച്ചതിൽ 2 ഭാഗം. ഉറപ്പല്ലേ? ഒരു കേക്കിനെ 10 മുറിച്ചതിൽ ഒരു മുറിയാണോ വലുത്, അതേ കേക്കിനെ 10 മുറിച്ചതിൽ 2 മുറിയാണോ വലുത്? 10 മുറിച്ചതിൽ 2 മുറിയാണ് വലുത്. ഈ സിമ്പൽ എങ്ങനെ ഇടുന്നു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ സാറ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാനൊന്നുകൂടെ പറയാം. ഫ്രാക്ഷൻ നന്നായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ 9ാം ക്ലാസ്സുകാരുടെ 2ാമത്തെ പാഠഭാഗം നന്നായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സാറ് വളരെ ഡീപ്പായിട്ട് പറഞ്ഞിരുന്നത്. ശ്രദ്ധിക്കുക, ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ഹോൾ നമ്പറുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു നമ്പറുകളാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ആദ്യം 0 മുതൽ 1 വരെയുള്ള ഒരു യൂണിറ്റ് നമ്പർ എടുത്തിട്ട് ആ നമ്പറിനെ നമ്മൾ 10 കട്ട് ചെയ്തിട്ട് ഒരു പീസിന് പേര് 1/10 എന്ന് വിളിക്കും. അതേ പീസിനെ 100 കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്തിന് പേര് 1/100 എന്ന് വിളിക്കും. സ്വാഭാവികമായിട്ടും 100 ഭാഗിക്കുമ്പോൾ ചെറുതാകും, 10 ഭാഗിക്കുമ്പോൾ ഇച്ചിരി വലുതായിരിക്കും. അപ്പോൾ വലിയ ഭാഗം എവിടെ ആയിരിക്കും? 1/10 ആണ് വലുത്. എന്നാൽ നമ്മൾ ഒരേ പോലെ കട്ട് ചെയ്തു, അതായത് 10 ഭാഗിച്ചതിൽ ഒരു പീസ് എടുത്ത് വെക്കുന്നു, 10 ഭാഗിച്ചതിൽ 2 പീസ് എടുക്കുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ എന്തായിരിക്കും? 10 ഭാഗിച്ചതിൽ 2 ആയിരിക്കും. അപ്പോൾ 1/10 വലുതായിരിക്കും എന്ത്? 2/10. റൂൾ നോക്കിക്കൊടുക്കാം. ഡിനോമിനേറ്റർ സെയിം ആകുന്ന സാഹചര്യത്തിൽ ന്യൂമറേറ്റർ കൂടിയതായിരിക്കും വലിയ ആൾ. ഉദാഹരണം നോക്കാം. 3/10 4/10 10 ഭാഗിച്ചതിൽ 3 ആണോ വലുത്, 10 ഭാഗിച്ചതിൽ 4 ആണോ വലുത്? 10 ഭാഗിച്ചതിൽ 4. അപ്പൊ നമുക്ക് ഇങ്ങനെ വായിക്കാം, 3/10 വലുതാണ് 4/10 എന്ന് വായിക്കാം. അല്ലെങ്കിലോ 3/10 ഈസ് ലെസ് ദാൻ 4/10. നമ്മളുടെ ഈ ചാനലിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ വീഡിയോസ് കിടപ്പുണ്ട്. റിയൽ നമ്പർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കാമെങ്കിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും സിമ്പിളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. വലിയ ആളാരാണ്, ചെറിയ ആളാരാണെന്ന് മനസ്സിലാവും. വലിയ ആളും ചെറിയ ആളും കണ്ടുപിടിക്കാനുള്ള മാർഗം, വലിയ ആളിന് നേരെ ഈ ഇങ്ങനെ തുറന്നിരിക്കും. അപ്പൊ നമുക്ക് 3/10 4/10 കിട്ടിയപ്പോൾ 3/10 ചെറുതാണ്, 4/10 വലുതാണെന്ന് മനസ്സിലായി. മലയാളത്തിൽ വായിക്കുന്നത് 10ൽ 3 10ൽ 4 10ൽ 4 വലുതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. എന്നാൽ ഡിഫറൻ്റ് ആയ ഡിനോമിനേറ്റർ വരുമ്പോൾ ന്യൂമറേറ്റർ സെയിം ആയാൽ എന്ത് ചെയ്യണമെന്ന് അടുത്ത് പറയാൻ പോകുന്നു. അതുകൊണ്ട് ഒരു സാധനത്തെ 10 ഭാഗിച്ചതിൽ ഒരു പീസും അതേ സാധനത്തെ 100 ഭാഗിച്ചതിൽ ഒരു പീസും എടുത്തു. ഇവിടെ വലിപ്പ ചെറുപ്പം അറിയാനുള്ള മാർഗം എന്തുവാ? ഇവിടെ ഈ ന്യൂമറേറ്റർ സെയിമാണ്. ഇവിടെ ന്യൂമറേറ്റർ സെയിം. അപ്പൊ ആരാ വലുത്? 10 ഭാഗിച്ച ഒരാളാണ്. നമുക്ക് കോമൺ സെൻസ് വെച്ച് പെട്ടെന്ന് മനസ്സിലാകത്തില്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ നമുക്ക് 2 ആസ്പെക്ട് മനസ്സിലായി. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക, 1/2 ആണോ വലുത്, 1/4 ആണോ വലുത്? ഈ മലയാളത്തിലൊക്കെ നമുക്ക് പറയുമ്പം അരയാണോ വലുത്, കാലാണോ വലുത്? അരയാ വലുത് എല്ലാവർക്കും അറിയാം. ഇവിടെ നമുക്ക് അങ്ങനെ ചിന്തിക്കണ്ട. നമ്മളിപ്പോൾ പഠിച്ച നിയമം നോക്കി, ന്യൂമറേറ്റർ സെയിം ആയിട്ട് വരുന്നു അല്ലേ? ന്യൂമറേറ്റർ സെയിം എന്ന് പറഞ്ഞാൽ അംശങ്ങൾ തുല്യമായി വരുന്നു. അപ്പോൾ ചെറിയ ഛേദമുള്ളവനായിരിക്കും വലിയ ആൾ. കാര്യം എന്താ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു കേക്കിനെ 2 മുറിച്ച ഒരു പീസാണിത് ഡിഷ് ചെയ്തേക്കുന്നത്. അതേ കേക്കിനെ 4 ഭാഗിച്ച ഒരാളുണ്ട് ഇത്. ഈ പീസിൽ ഏതാ വലുത്? ഇതല്ലേ വലുത്. അപ്പം ഇതിന്റെ പേര് 1/2 എന്നാണ്, ഇത് 1/4 എന്നാണ്. ആരാ വലിയ പീസ്? 1/4 ചെറുതാണ്, 1/2 വലുതാണ്. നമുക്ക് കുറച്ച് വലുതാണ് ചെറുതാണ് കണക്കുകളൊന്ന് പരിശോധിക്കാം. 2 സാഹചര്യമുണ്ട്. ഒന്ന്, ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ വലിയ ന്യൂമറേറ്റർ ഉള്ള വലുത്.
എന്താ, ഛേദങ്ങൾ തുല്യമാകുമ്പോൾ വലിയ അംശമുള്ളവനായിരിക്കും വലുത്. ന്യൂമറേറ്റർ സെയിം ആകുമ്പോൾ ചെറിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും വലുത്. 7/10 5/10 ഒരു ക്വസ്റ്റ്യൻ. 3/4 1/4 1/6 5/6 9/25 16/25 3/11 2/11. നമുക്ക് വലുതും ചെറുതും എഴുതണം ആദ്യം. ഇവിടെ നല്ല ഒരേപോലെ ശ്രദ്ധിക്കുക. ഞാൻ ഡിനോമിനേറ്റർ സെയിം ആയ ചോദ്യമാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത്. ഛേദങ്ങൾ ഒരുപോലെ, ഛേദങ്ങൾ തുല്യമായതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ രണ്ടും 10 അല്ലേ ഡിനോമിനേറ്റർ, ഛേദങ്ങൾ ഒരുപോലെ അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം? ആദ്യമൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുക. 10 ഭാഗിച്ചതിൽ 7 മുറിയാണോ വലുത്, 10 മുറിച്ചതിൽ 5 മുറിയാണോ? ഉറപ്പായിട്ടും 10 ഭാഗിച്ചതിൽ 7 ആയിരിക്കും. വലിയ ആളിന് നേരെ വാ തുറന്നങ്ങ് വെച്ചേക്കണം. അപ്പോൾ ഇങ്ങനെ തുറന്നു വെക്കണം. ഇവിടെ നോക്കി, 4 ഭാഗിച്ചതിൽ 3 ആണോ വലുത്? ഒരു കേക്ക് വാങ്ങി 4 ഭാഗിച്ചു, അതിൽ 3 പീസ് നമുക്ക് വന്നു. അതാണോ വലുത്? 4 ഭാഗിച്ചതിൽ 1 ആണോ വലുത്? 4 ഭാഗിച്ചതിൽ 3 അല്ലേ വലുത്? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കും. അടുത്ത് നമുക്ക് അതേ കേക്കിനെ നിങ്ങൾ വീണ്ടും 6 ഭാഗിച്ചതിൽ ഒരെണ്ണം എടുത്തു. ഒരു വലിയ കേക്ക് എടുത്തു, 6 ഭാഗിച്ചു, അതിലൊരു പീസ് നിങ്ങൾ എടുത്തു. 6 ഭാഗിച്ചതിൽ 5 എണ്ണം അനിയനും കൊടുത്തു. 6-ൽ 1 ആണോ വലുത്? 6-ൽ 5 ആണോ വലുത്? ഉറപ്പായിട്ടും 6-ൽ 5 ആയിരിക്കും വലുത്. കൂടിയ ഭാഗം 6-ൽ 5 ആണ്. അടുത്ത് നോക്കി, 25 ഭാഗിച്ചതിൽ 9 ആണോ വലുത്? 25 ഭാഗിച്ചതിൽ 16 ആണോ വലുത്? ഡിനോമിനേറ്റർ സെയിം അല്ലേ, മുകളിലാണ് കൂടുതൽ, അപ്പം മുകളിലാണ് കൂടുതൽ, അപ്പം വലുത് 25-16. അപ്പം എന്ത് മനസ്സിലായി? ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ വലിയ ന്യൂമറേറ്റർ ഉള്ളതായിരിക്കും വലുത്. നോക്ക്, ഇത് നിങ്ങൾക്ക് തന്നെത്താൻ പറയാം. 3/11 2/11 ആണ്. നോക്ക്, ആരാ സെയിം? ഡിനോമിനേറ്റർ സെയിം ആണ്. സെയിം ഡിനോമിനേറ്റർ ആവുകയാണെങ്കിൽ നമ്മുടെ തന്ത്രം എന്താ പറഞ്ഞേക്കുന്നത്? കൂടിയ ന്യൂമറേറ്റർ എവിടെയാണോ അയാളായിരിക്കും വലുത്. അപ്പോൾ 3 ആണ് വലുത്. അപ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മുടെ ഒരു കൺഫ്യൂഷൻ മാറുകയാണ്. ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ കൂടിയ ന്യൂമറേറ്റർ ഉള്ള ആളായിരിക്കും വലിയ ഫ്രാക്ഷൻ. ശ്രദ്ധിക്കുക, നമുക്ക് അടുത്ത തരത്തിലേക്ക് പോകാം. ഇപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയത്, അടുത്ത സെയിം ന്യൂമറേറ്റർ നമുക്ക് നോക്കാം. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, 1/10 1/100 നമ്മൾ എടുത്തു, ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ പറയുന്നുള്ളൂ. 1/10 1/100 എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു സാധനത്തെ, ഒരു കേക്കിനെ 10 ഭാഗിച്ചതിലെ ഒരു പീസാണോ വലുത്, അതേ സാധനത്തെ 100 ഭാഗിച്ചതിൽ 1 ആണോ വലുത്? ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ഒരു സാധനത്തെ 10 ഭാഗിക്കുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും 10-ൽ 1 ഭാഗം നമുക്ക് കിട്ടും. ഓക്കെ, 100 ഭാഗിച്ചതിൽ ഒരു പീസ്, അപ്പോൾ നമുക്ക് എത്ര കിട്ടത്തുള്ളൂ? കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ചെറിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും വലുത്. വേറെ നോക്കാം. 1/7 ഇട്ടു. ഓക്കെ, 1/6 കിട്ടും. നിങ്ങളത് ആലോചിച്ച് നോക്കുക. ഒരു സാധനത്തെ 6 ഭാഗിച്ചതിൽ ഒരു പീസാണോ വലുത്, 7 ഭാഗിച്ചതിൽ ഒരു പീസാണോ വലുത്? ഒരു സംശയം വേണ്ട, 6 ഭാഗിച്ചതിൽ ഒരു പീസാണ് വലുത്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ന്യൂമറേറ്റർ ഇപ്പം നോക്കിക്കേ, 1/5 1/2. നിങ്ങൾ പറ, ആരാ വലുത്? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ന്യൂമറേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ചെറിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും വലുത്. ചെറിയ ഡിനോമിനേറ്റർ കാണിക്കുന്നതായിരിക്കും വലുത്. ഇവിടെ 2 അല്ലേ ചെറുത്, അപ്പോൾ ഇതാ വലുത്. കാരണം എന്താ? സിമ്പിളാണ്. ഒരു സാധനം എടുക്കുക, അതിനെ നമ്മൾ 5 കട്ട് ചെയ്യുന്നു, അതിലൊരു പീസ് നമ്മൾ എടുത്ത് മാറ്റുന്നു. അതേ സ്ഥാനത്തെ വീണ്ടും 2 കട്ട് ചെയ്യുന്നു. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ കേക്കൊക്കെ ഉള്ള ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സാധനത്തെ 5 കട്ട് ചെയ്യുന്നതിന് ഒരു പീസാണോ വലുത്, 2 കട്ട് ചെയ്യുന്ന ഒരു പീസാണോ വലുത്? ഒരു സാധനത്തെ 5 കട്ട് ചെയ്യുന്നതിലെ ഒരു പീസാണ് ചെറുത്, 2 കട്ട് ചെയ്യുന്ന ഒരു പീസാണ് വലുത്. നമ്മൾ ഫ്രാക്ഷൻസിന്റെ വലിപ്പച്ചെറുപ്പം മനസ്സിലാക്കാൻ പോവുകയാണ്. കുറച്ച് ചോദ്യങ്ങൾ നേരിടാൻ പോവാം. 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള തരവുണ്ട്, ന്യൂമറേറ്റർ സെയിം ആയ ടൈപ്പും ഉണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ചർച്ച. നോക്കിക്കേ, 1/10
1/1000 1/1000 1/100 1/7 1/10 1/20 1/6 1/3 1/4. നിങ്ങളൊന്ന് ആൻസർ പറയാൻ ശ്രമിക്കുക. ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്, ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പം നമുക്കിവിടെ മലയാളത്തിൽ അംശങ്ങൾ തുല്യമായ തരം ചോദ്യമാണെന്ന് എഴുതി വെക്കാം. അംശങ്ങൾ തുല്യം, ന്യൂമറേറ്റർ സെയിം. ഞാൻ ന്യൂമറേറ്റർ എന്ന് ഷോർട്ട് ഫോമിൽ എഴുതിയേക്കുന്നത് എന്നാർന്ന്, നിങ്ങൾ എഴുതുമ്പോൾ ന്യൂമറേറ്റർ എന്ന് ഫുൾ എഴുതിക്കണം. ന്യൂമറേറ്റർ സെയിം ആയ ടൈപ്പ്, അതിൽ വലിപ്പച്ചെറുപ്പം കണ്ടുപിടിക്കാൻ പോകും. ഈ വലിപ്പച്ചെറുപ്പം കണ്ടുപിടിക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കിയാലേ 1/10 1/1000 എടുത്ത് ഞാൻ വളരെ സിമ്പിളായിട്ട് തിരിച്ചു നോക്കി. ഒരു ഐറ്റം എടുക്കുക, ഒരു ദോശയോ ഒരു മുട്ട ഓംലേറ്റോ വല്ല എടുത്തുകൊണ്ട് വെക്കുക. അതിന് നമ്മൾ എത്രയായിട്ട് കട്ട് ചെയ്യുക? 10 കട്ട് ചെയ്യുക. 10 തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ അതേ ഓംലെറ്റ് എടുത്ത് വെക്കുക, വീണ്ടും 1000 കട്ട് ചെയ്യുക. നിങ്ങൾ ചിന്തിച്ച് നോക്കി, 10 മുറിച്ച് ഒരു മുറിയാണോ നമുക്ക് കൂടുതൽ കഴിക്കാൻ കിട്ടുന്നത്? 1000 പീസാണോ? ഉറപ്പായിട്ടും 10 മുറിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇതാ വലുത്. അപ്പോൾ എന്തുവാ റൂള് മനസ്സിലാക്കിയത്? സെയിം ന്യൂമറേറ്റർ ആണെങ്കിൽ കുഞ്ഞ് ഡിനോമിനേറ്റർ ആയിരിക്കും വലുത്. ഓർത്ത് വെച്ചോണം. സെയിം ന്യൂമറേറ്റർ ആണെങ്കിൽ കുഞ്ഞ് ഡിനോമിനേറ്റർ ആയിരിക്കും വലിയ സംഖ്യയെ തരുന്നത്. നമുക്ക് മത്സര പരീക്ഷകൾക്ക് പോകുമ്പോൾ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ചോദിക്കും. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്ന് വിചാരിക്കുക പരീക്ഷയ്ക്ക്. 1/10 1/100 1/1000 1/1,00,000. നിങ്ങൾ പറഞ്ഞ് ഏതായിരിക്കും വലുതിനകത്ത്? വളരെ സിമ്പിളായിട്ട് പറയാം. കാരണം എന്താ? ന്യൂമറേറ്റർ എല്ലാം സെയിം ഉള്ള കുട്ടികളെ, എല്ലാ ന്യൂമറേറ്ററും സെയിം ആണ്. എങ്കിൽ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? കുറഞ്ഞ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും വലുത്. അപ്പം ഈ ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതാരാ? 10. അപ്പോൾ ഇവനായിരിക്കും ഏറ്റവും ലാർജസ്റ്റ്. ഏറ്റവും സ്മോളസ്റ്റ് ചോദിച്ചാൽ അതിനകത്തെ ഏറ്റവും കൂടിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും ഏറ്റവും സ്മോളസ്റ്റ്. അപ്പോൾ ഏറ്റവും വലുതും ചെറുതും കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നമുക്ക് 1/1000 1/100 1/1000 ആൻഡ് 1/100. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ തിരിച്ചാണ് 1000-ൽ 1 100-ൽ 1. ഇതിലെ വലിയ ആളിനെ കണ്ടുപിടിക്കണം. എന്തുവാ റൂള്? ന്യൂമറേറ്റർ സെയിം ആണോ എന്ന് നോക്കണം. ന്യൂമറേറ്റർ സെയിം ആണ് എങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ കുറഞ്ഞ ഡിനോമിനേറ്റർ ഉള്ളവനായിരിക്കും കൂടിയത്. കാര്യം എന്താ? ഒരു ഓബ്ജക്റ്റിനെ 100 കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ആയിരിക്കും 1000 കട്ട് ചെയ്തതിനേക്കാൾ കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് ഇയാളായിരിക്കും വലുത്. അടുത്ത പറഞ്ഞു 1/7 ആൻഡ് 1/10. ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്, ന്യൂമറേറ്റർ സെയിം ആണ്, അംശങ്ങൾ തുല്യമാണ്. അംശങ്ങൾ തുല്യമാണെങ്കിൽ എന്തുവാ? ചെറിയ ഡിനോമിനേറ്റർ ഉള്ളവനാണ്, ചെറിയ ഛേദമുള്ളവനാണ് വലുത്. ചേച്ചേവ, ചെറിയ ഛേദമുള്ളവനാണ് വലുത്. ഓക്കെ, സ്മോളർ ഡിനോമിനേറ്റർ ഉള്ളവനാണ് ബിഗ്. അപ്പോൾ നോക്കിയേ, ഇവിടെ സ്മോളർ ഡിനോമിനേറ്റർ നടക്കാം 7 അല്ലേ, അയാളായിരിക്കും വലുത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ചിന്തിക്കാതെ പറയാമല്ലോ, ഇവിടുത്തെ സ്മോളർ ഡിനോമിനേറ്റർ ആരാ? 1/6, ഇവനായിരിക്കും വലുത്. അങ്ങോട്ടങ്ങ് വാ തുറന്ന് വെച്ചാൽ മതി, വലിയ ആളിനെ കണ്ടുപിടിക്കുക, വാ തുറന്ന് നോക്കുക. അപ്പോൾ നോക്കിയേ 1/3 1/4 ന്യൂമറേറ്റർ സെയിം ആണല്ലോ. അപ്പോൾ എന്താ നമ്മുടെ നിയമം എന്ന് പറഞ്ഞാൽ ചെറിയ ഛേദമുള്ളവൻ, സ്മോളർ ഡിനോമിനേറ്റർ ഉള്ളവനായിരിക്കും ബിഗ്. അപ്പോൾ 1/3 ആണ് വലുത്. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ചെയ്യാൻ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക എന്തൊക്കെയാണെന്ന്. ആദ്യം എന്താ നമ്മൾ പഠിച്ചത്? ഒരേ ഡിനോമിനേറ്റർ ഉള്ളവർ 10-ൽ 1 10-ൽ 2 10-ൽ 3 10-ൽ 4. ഞാൻ 4 ഓപ്ഷൻ ഇട്ടു. ഇതിലാരായിരിക്കും വലുത്? ഇത് നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആണ്, ഛേദങ്ങൾ ഒരുപോലെയാണ്. അപ്പോൾ ആരായിരിക്കും വലുത്? കൂടിയ അംശമുള്ളവനായിരിക്കും വലുത്, കൂടിയ ന്യൂമറേറ്റർ ഉള്ളവനായിരിക്കും വലുത്. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ കൂടിയ ന്യൂമറേറ്റർ നോക്കണം, അവനായിരിക്കും വലുത്. ഇവിടെ 4/10 ആണ് വലുത്. കാരണം എന്താ? ഡിനോമിനേറ്റർ ആ സെയിം. അത് നമുക്ക് റൂൾ ഒന്ന് പറഞ്ഞു നോക്കാം. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്, 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാമത്തെ കാര്യം എന്താ? ഫ്രാക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ
ഫ്രാക്ഷൻ പഠിക്കുമ്പോൾ അവയുടെ ഗ്രേറ്റർ ദാനും ലെസ് ദാനും സിമ്പിൾ അപ്ലൈ ചെയ്യാനുള്ള മാർഗമാണ് പഠിക്കുന്നത്. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ സ്മോളർ ഡിനോമിനേറ്റർ ഉള്ളവനായിരിക്കും എന്ത്? ബിഗ്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ന്യൂമറേറ്റർ സെയിം ആയ ചോദ്യത്തിൽ സ്മോളർ ഡിനോമിനേറ്റർ ഉള്ളവനായിരിക്കും ബിഗ്, വലുത്. സെയിം ന്യൂമറേറ്റർ ആണെങ്കിൽ ഡിനോമിനേറ്റർ കൂടിയ സംഖ്യ ആയിരിക്കും ചെറുത്. എന്നാൽ സെയിം ഡിനോമിനേറ്റർ വന്നാൽ കൂടിയ ന്യൂമറേറ്റർ ഉള്ളതായിരിക്കും വലുത്. സ്കൂളിൽ പരീക്ഷ നടന്നു, 80 മാർക്ക്. 80 6 കിട്ടിയ കുട്ടിക്കാണോ 80 42 കിട്ടിയ കുട്ടിക്കാണോ കൂടുതൽ മാർക്ക് കിട്ടുന്നത്? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 80 6 മാർക്ക് കിട്ടിയ കുട്ടിക്ക് കുറച്ച് മാർക്കാണ്, 80 42 കൂടുതലാണ്. കാരണം എന്താ? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്താണ്? 80 40. അതായത് 10 മാർക്കിന്റെ പരീക്ഷയിൽ 2 മാർക്ക് കിട്ടുന്നതാണോ കൂടുതൽ? 100 മാർക്കിന്റെ പരീക്ഷയിൽ 2 കിട്ടുന്നതാണോ കൂടുതൽ? 10ൽ 2 കിട്ടുന്നതാണ് കൂടുതൽ. കാരണം എന്താ? ഇവിടെ ന്യൂമറേറ്റർ സെയിം ആകുമ്പോൾ ചെറിയ ഡിനോമിനേറ്റർ ഉള്ളവനായിരിക്കും വലുത്. അംശങ്ങൾ തുല്യമാകുമ്പോൾ എന്ത് സംഭവിക്കണം? ചെറിയ ഡിനോമിനേറ്റർ ഉള്ളവനായിരിക്കും വലിയ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ന്യൂമറേറ്റർ സെയിം ആയ ചോദ്യങ്ങളുണ്ട്, അംശങ്ങൾ തുല്യം. ഡിനോമിനേറ്റർ സെയിം ആയ ചോദ്യങ്ങളുണ്ട്, ഛേദങ്ങൾ തുല്യം. നോക്കുക, അംശങ്ങൾ തുല്യമായ ചോദ്യങ്ങൾ എടുക്കുന്നു. സെയിം ന്യൂമറേറ്റർ വന്നാൽ, അംശങ്ങൾ തുല്യമായ ചോദ്യങ്ങൾ വന്നാൽ സ്മോളർ ഡിനോമിനേറ്റർ ഗീവ്സ് ബിഗ് ഫ്രാക്ഷൻ. ചെറിയ ഛേദമുള്ള ആളായിരിക്കും, ചെറിയ ഛേദമുള്ള സംഖ്യ ആയിരിക്കും ഏറ്റവും വലുത്. എക്സാമ്പിൾ നോക്കിയോളൂ. താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഒരു പരീക്ഷയ്ക്ക് പോയി, മത്സര പരീക്ഷയ്ക്ക് പോവുകയോ അല്ലെ സ്കോളർഷിപ്പ് എക്സാമിന് പോവുകയോ, താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് ചോദിച്ചു. ഒരു 5 കണക്കിട്ട് തരും. 5/7, 5/4, 5/11, 5/2, 5/100. നോക്കി, എന്താ ക്വസ്റ്റിന്റെ പ്രത്യേകത? ന്യൂമറേറ്റർ സെയിം ആണ്. എന്തോ കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും വലിയ സംഖ്യ ഏത്? ഇതിൽ ഏറ്റവും വലുത് ആരെന്നാ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കി, ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഛേദമുള്ള ആളാണ്. അപ്പോൾ ആരാ ഏറ്റവും ചെറുത്? 7, 4, 11, 2, 100. ആരാ ഏറ്റവും ചെറുത്? 2 ആണ്. അതുകൊണ്ട് ഇയാളാണ് ഏറ്റവും വലിയ സംഖ്യ. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 100/9, 100/11, 100/99, 100/3, 100/26. ഇവയിൽ ഏറ്റവും ചെറുതാര്? മനസ്സിലാകുന്നുണ്ട്? ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ആരെന്നാണ് ചോദിച്ചത്. നമ്മളെങ്ങനെ മനസ്സിലാക്കും? ന്യൂമറേറ്റർ എല്ലാം സെയിം അല്ലേ? ആണോ? ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഏറ്റവും വലിയ ആളിനെ കണ്ടുപിടിക്കാൻ എന്തോ മാർഗം? അത് ഏറ്റവും ചെറുത് നോക്കി, ഇത് ഏറ്റവും വലുത്, ഇതാണ് ബിഗ്ഗർ. അപ്പോൾ ഏറ്റവും ചെറിയ ആൾ ആരായിരിക്കും? ഏറ്റവും കൂടിയ ന്യൂമറേറ്റർ അല്ലേ? ഇതായിരിക്കും ഏറ്റവും. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആരാ? സ്മോളസ്റ്റ് നമ്പർ ഈസ് 100/99. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ 100/9 കാൽക്കുലേറ്റർ അടിക്കുക, 100/11 അടിക്കുക, 100/99 അടിക്കുക, ഇതെല്ലാം അടിച്ചു നോക്കുക. ഏറ്റവും ചെറുതായിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായി. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് സാഹചര്യത്തിൽ? ന്യൂമറേറ്റർ സെയിം ആകുന്ന സാഹചര്യത്തിൽ. ന്യൂമറേറ്റർ സെയിം ആകുന്ന സാഹചര്യത്തിൽ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും ഏറ്റവും വലുത്, ഏറ്റവും കൂടിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും ഏറ്റവും ചെറുത്. ന്യൂമറേറ്റർ സെയിം ആകുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഉള്ളവനായിരിക്കും വലുത്. ന്യൂമറേറ്റർ സെയിം ആകുമ്പോൾ മാത്രം. ന്യൂമറേറ്റർ സെയിം ആകുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും ചെറുത്.
ഇനി നമുക്ക് അതിൻ്റെ ഛേദങ്ങൾ തുല്യം, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വളരെ പെട്ടെന്ന് പറഞ്ഞ് മറിയേക്കാം. നമ്മളോട് ചോദിക്കുക ഒരാൾ 1/1000 ആണോ വലുത്, 100/1000 ആണോ വലുത്, 7/1000 ആണോ വലുത്, 3/1000 ആണോ വലുത്? ഒരാൾ ചോദിച്ചു. നിങ്ങൾ എന്ത് പറയും മറുപടി? ഇവിടെ എന്താ പ്രത്യേകത? ഛേദങ്ങളെല്ലാം തുല്യമാണ്. ഛേദങ്ങൾ തുല്യമാണെങ്കിൽ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് വലിയ ന്യൂമറേറ്റർ ഉള്ളതായിരിക്കും, ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ചെറിയ ന്യൂമറേറ്റർ ഉള്ളതായിരിക്കും. ഇത്രയുള്ള കാര്യം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. 2 കാര്യങ്ങളെ മനസ്സിലാക്കിയുള്ളൂ. ഫ്രാക്ഷൻസിന്റെ പ്രത്യേകത എങ്ങനെയൊക്കെയാണ്, വലുതേത് ചെറുതേത്, നിസ്സാരമായിട്ട് തോന്നരുത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. ഇതറിയാമെങ്കിൽ മാത്രമേ 9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളും 8ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളും ഒക്കെ നന്നായിട്ട്, 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളും ഒക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പഠിച്ച ആശയങ്ങൾ ഒന്നുകൂടെ നമുക്ക് ക്രോഡീകരിച്ച് പറയാം. ന്യൂമറേറ്റർ സെയിം ആയ ഫ്രാക്ഷൻസിനകത്ത്, അംശങ്ങൾ തുല്യമായ ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലിയ ആള് എന്ന് പറയുന്നത് സ്മോളർ ഡിനോമിനേറ്റർ ഉള്ള ആളാണ്. ഏറ്റവും ചെറിയ ഛേദമുള്ള ആളായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അതുപോലെ ഛേദങ്ങൾ തുല്യമായ ക്വസ്റ്റിനകത്ത് ഏറ്റവും വലിയ ന്യൂമറേറ്റർ ഉള്ള ആളായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ ഉള്ള ആളായിരിക്കും ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്സിന്റെ പ്രാഥമിക പാഠഭാഗങ്ങൾ വ്യക്തമാക്കുന്ന പരമ്പരയായ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.